ഹായ്, നമസ്കാരം. ലോകത്ത് എവിടെ പോയാലും അവിടെ ഒരു മലയാളി ഉണ്ടാകും. ഏത് മേഖലയിലും ഒരു വിജയക്കൊടി പാറിച്ച മലയാളി ഉണ്ടാകും. ഇതൊരു വെറും തമാശയല്ല. അങ്ങനെ ഒരു മലയാളിയെയാണ് ഞാൻ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതും പരിചയപ്പെടുന്നതും. സിറിയക് ആലഞ്ചേരി അഥവാ അലൻ മാറ്റേഴ്സ്. അച്ഛൻ പട്ടത്തിന് വേണ്ടി സെമിനാരിയിൽ പഠനം. ചെന്നെത്തുന്നത് അമേരിക്കൻ സൈന്യത്തിൽ. പിന്നീട് അവിടെ നിന്ന് അഭ്രപാളികളിൽ. അങ്ങനെ സംഭവബഹുലമായ ഒരു ജീവിത കഥ പറയാനുണ്ട് അലൻ മാറ്റേഴ്സിന് അഥവാ സിറിയക് ആലഞ്ചേരിക്ക്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. വെൽക്കം. താങ്ക് യു വെരി മച്ച്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഞാൻ താങ്കളുടെ ജീവിതത്തിലെ പല ഏടുകൾ ഇങ്ങനെ കടന്നുപോയപ്പോൾ ഇവിടെ താങ്കൾ സത്യത്തിൽ ഇപ്പോൾ ഒരു അച്ഛനായി ഇരിക്കേണ്ടതാണ്. പകരം താങ്കൾ ഇപ്പോൾ ഒരു ഫിലിം സ്റ്റാറായിട്ടാണ് ഇരിക്കുന്നത്. അതിനിടയിൽ അമേരിക്കൻ സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുക. എനിക്കൊന്ന് അമേരിക്കൻ സേനയുടെ ഭാഗമാകുന്ന ആദ്യത്തെ മലയാളി എന്ന് പറയാമോ താങ്കളെക്കുറിച്ച്? മലയാളീസ് അപ്പോൾ ഡോക്ടേഴ്സ് ഉണ്ടാവാം, പക്ഷേ എൻലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആദ്യ മലയാളി ഞാനായിരുന്നു. എങ്ങനെയാണ് അമേരിക്കൻ സൈന്യത്തിൻ്റെ ഭാഗമാകുന്നത്? ഞാനൊരു ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അലബാമ സ്റ്റേറ്റിൽ. അപ്പോൾ അവിടെ വന്നൊരു ഗസ്റ്റ് ഒരു മേജർ ജനറൽ റിട്ടയർഡ് പേഴ്സൺ ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു നേച്ചർ ഓഫ് ഹെൽപ്പിംഗ് നേച്ചർ ഞാൻ പുള്ളിയുടെ ബാഗൊക്കെ എടുത്ത് മുറി കൊണ്ട് വയ്ക്കുന്നു. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നാണെന്ന് പറയുന്നു. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു നിനക്ക് ഭാഷകളൊക്കെ അറിയത്തില്ല? ഞാൻ പറഞ്ഞാൽ അറിയാം. അപ്പോൾ നീ ഈ കാർഡ് കൊണ്ട് ഇവിടുത്തെ അടുത്തൊരു റിക്രൂട്ടിംഗ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുക, എന്നിട്ട് പറയുക നിനക്കിങ്ങനെ ഭാഷയൊക്കെ അറിയാമെന്ന് പറയുക. അപ്പോൾ അവർ നിന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ പറ്റുമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഗ്രീൻ കാർഡേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, ചെല്ലാൻ പറഞ്ഞു. അതാണ് അതിൻ്റെ ആരംഭം. പക്ഷേ ഈ സെമിനാരിയിൽ നിന്ന് എങ്ങനെയാണ് ഈ അറബ് കൺട്രീസിലേക്ക് എത്തുന്നത്? അതൊരു വിവാഹത്തിലൂടെയാണ്. ഞാൻ സെമിനാരിയിൽ നിന്ന് ചാടി ബോംബെ വന്നു. അതൊരു സിനിമാ മോഹമായിട്ട് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബോംബെ വന്നത്. ഈ സെമിനാരിയിലേക്ക് എത്തിയത് ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ? അല്ല, സാഹചര്യങ്ങളാണ്. ഞാൻ അതിരമ്പുഴ സ്വദേശത്തു നിന്നാണ്, ഒരു കർഷക കുടുംബത്തിൽ നിന്നായിരുന്നു. അപ്പോൾ മിക്കവാറും തേങ്ങായിടിയിലും കപ്പയ്ക്കടകത്തും കൊക്കോ പറി, ഇഞ്ചിയുടെ വേര് പറി, അങ്ങനെ പല പണിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയിട്ട് വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ ഒരു കർഷക ജീവിതത്തിലേക്ക് തിരിയാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. ഞാൻ പല സെൻറ്റ് വിൻസെൻ്റ് ബോർഡിങ്ങിലാണ് പഠിച്ചത്. അപ്പോൾ ബോർഡിങ്ങിൽ ഇച്ചിരി പണച്ചാക്കുകളിലൂടെയൊക്കെ പഠിച്ചപ്പം അവരൊക്കെ വിദേശ കഥകളൊക്കെ പറയുമായിരുന്നു. സ്വിറ്റ്സർലൻഡിൽ പഠിച്ചവരുണ്ടായിരുന്നു, ഗൾഫിൽ പഠിച്ചവരുടെ മക്കളുണ്ടായിരുന്നു. സോ ഐ വാണ്ടഡ് ടു ഫ്ലൈ ഹൈ. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛനാകാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വിദേശത്തൊക്കെ പോകാമല്ലോ, അറ്റ്ലീസ്റ്റ് കേരളത്തിന് വെളിയിൽ ചാടാമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ആക്ച്വലി സെമിനാരി ചേർന്നത്. അത് കഴിഞ്ഞിട്ട് സെമിനാരിയിൽ നിന്ന് പല സിറ്റികളിൽ പഠിച്ചു. ഇന്ത്യയുടെ എല്ലാം വടക്കേ ഇന്ത്യയിലായിരുന്നു. കൽക്കട്ട ടു ഇൻഡോർ ടു ഖാണ്ഡുവ ടു ജബൽപൂർ ടു ഭോപ്പാൽ, നാഗ്പൂരിലായിരുന്നു ഞാൻ ഡിഗ്രി ചെയ്തത്. അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചിട്ടാണ് ഞാൻ ഒരു സ്കൂളിൽ അധ്യാപകനായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു എൻ്റെ ഒരു ചെറിയൊരു അബദ്ധം പറ്റി. ഹിസ്റ്ററി ക്ലാസ്സിൽ വെച്ച് ഞാൻ ഹിറ്റ്ലറിൻ്റെ വേൾഡ് വാർ ആയിരുന്നു ടോപ്പിക്. അപ്പോൾ അന്നത്തെ ടൈം ഇന്ത്യ ടുഡേയിൽ വന്ന ഒരു ടൈറ്റിലുണ്ടായിരുന്നു ഹിറ്റ്ലർ ഓഫ് ബോംബെ, ബാലാ സാഹബ് താക്കറെ. അപ്പോൾ അത് ഞാൻ ചുമ്മാ മെൻഷൻ ചെയ്തു വെറുതെ. ഹൂ നോസ് ഹൂ ഇസ് ദ ഹിറ്റ്ലർ ഓഫ് ഇന്ത്യ എന്നോ ഹിറ്റ്ലർ ഓഫ് ബോംബെ എന്ന് ചോദിച്ചു. ഞാൻ വെറുതെ ജനറൽ നോളേജ് എന്നുള്ള രീതി ചോദിച്ചാണ്. പക്ഷേ അത് വീട്ടിൽ ചെന്ന് പിള്ളേർ പറഞ്ഞത് വേറെ കഥയായി മാറി. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ പള്ളി സ്കൂളൊക്കെ ശിവസേനക്കാർ വളയുന്നു. ഇത് നാഗ്പൂരിൽ, ഇത് ബുരാൻപൂർ മഹാരാഷ്ട്ര. ആക്ച്വലി എം പി മധ്യപ്രദേശ് ഖാണ്ഡുവ രൂപതയ്ക്ക് വേണ്ടിയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ പിന്നെ അവിടുന്ന് പലായനമായിരുന്നു. നമുക്ക് വേറെ രക്ഷയൊന്നുമില്ല. കാരണം അന്ന് ഞാൻ വളരെ തന്ത്രപരമായിട്ട് കുശിനിക്കാരൻ്റെ സ്കൂട്ടർ എടുത്തുകൊണ്ട് രക്ഷപ്പെടുകയാണ്. ബിഷപ്പ് സോസിൽ ചെന്ന് പിതാവിനോട് പറഞ്ഞ് അന്ന് മുങ്ങി. അത് ജീവൻ മരണ ഓട്ടമായിരുന്നു. കാരണം അന്ന് അവിടെ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ആലഞ്ചേരി കാണിയില്ലായിരുന്നായിരിക്കും. കാരണം അത് ഇറ്റ് വാസ് വെരി ഹൈ റിസ്ക്. അപ്പോൾ അങ്ങനെ പോയി ബോംബെ വരുന്നു. ബോംബെ നിന്ന് ഗൾഫിലോട്ട് കുവൈറ്റിലേക്ക് വരുന്നു. കുവൈറ്റിൽ വെച്ചാണ് ഞാൻ ഒരു മദാമയായിട്ട് ഓൺലൈൻ വഴി പരിചയപ്പെട്ട. അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നതാണ് യാഹൂ ചാറ്റ്. അതെ, yahoo.com ഒക്കെ ഉണ്ടായിരുന്നു. യാഹൂ ചാറ്റ് ഉണ്ടായിരുന്നു. പിന്നെ MSN ചാറ്റും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഡയലപ്പായിരുന്നു. ഇൻ്റർനെറ്റ് ഇന്നത്തെ രൂപത്തിൽ 5G ഒന്നുമില്ല. അപ്പോൾ ഡയലപ്പിലൂടെ വിദേശ വനിതകൾ പരിചയപ്പെടാമെന്നൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ഞാനൊരു ഹോട്ടലിൻ്റെ റെസിഡൻറ്റ് മാനേജറായിരുന്നു. അവിടെ എത്താനും പല കടമ്പകൾ കഴിഞ്ഞ് ഇങ്ങനെ പല ജീവിതങ്ങൾ, ഒത്തിരി ഇൻ്റർവ്യൂസൊക്കെ പാസ്സായാണ് ഈ ഹോട്ടൽ റെസിഡൻറ്റ് മാനേജറായിട്ട് ഞാൻ ജോലി ചെയ്ത കാലത്താണ് ഇങ്ങനെ ഈ ഒരു അമേരിക്കൻ വനിതയെ പരിചയപ്പെടുന്നതും അമേരിക്കയിലെത്തുന്നതും അവിടെ ചെന്ന് ഈ മേജർ ജനറൽ വഴി
അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം ആർമി ചേരുന്നതൊക്കെ. പിന്നെ സൈന്യത്തിൽ ചേർന്ന ശേഷം യുദ്ധമുഖത്തേക്ക് എത്തുന്നുണ്ട്. അതെ, അതായത് ഇറാഖ് വാറിന്റെ സമയത്ത് 2001 അല്ലേ? ഞാൻ ചെന്ന സമയത്താണ് 9/11 നടക്കുന്നത്. അപ്പം ഈ ട്വിൻ ടവേഴ്സ് അടിക്കപ്പെടുന്നു. അപ്പം ഇതിൻ്റെ പിന്നിൽ ആരാന്ന് അമേരിക്ക തിരക്കുന്നു, മനസ്സിലാകുന്നു. അഫ്ഗാനിസ്ഥാന് പോകുന്നു, ഇറാഖിന് പോകുന്നു. അപ്പോൾ അതിൻ്റെ ശരിയോ തെറ്റുകളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ എനിക്കത് ഗുണം ചെയ്തെന്നുള്ളത് അവർക്ക് ഭാഷ അറിയാവുന്നവർ വേണമായിരുന്നു. കാരണം ഇത്രയും പെട്ടെന്നൊരു ഡിപ്ലോയ്മെൻ്റാണ്. 2 രാജ്യങ്ങളിലേക്ക് അമേരിക്ക പോവുകയാണ്. അപ്പോൾ അമേരിക്കൻ സോൾജേഴ്സ് അമേരിക്ക ജോലി ചെയ്യാറില്ല. മിക്കവാറും വിന്യസിപ്പിക്കുന്ന ഞങ്ങൾക്ക് ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയ എല്ലായിടത്തും ബേസുകളുണ്ടല്ലോ. അപ്പോൾ കുവൈറ്റിലും സൗദിയിലും ഒക്കെ ബേസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ അമേരിക്കൻ സോൾജേഴ്സിൽ ഭാഷ അറിയാവുന്നവരെ പഠിപ്പിക്കാൻ ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അവരെത്രത്തോളം ഇപ്പോൾ ഹിന്ദി, ഉറുദുവും അറബിക്കും പഠിച്ചാലും ഒരു നേറ്റീവ് സ്പീക്കറിൻ്റെ അത്ര ഒക്കത്തില്ല. അപ്പോൾ ഞാൻ ചെല്ലുന്നത് അവർക്കൊരു ഗുണമായി. അപ്പോൾ റിക്രൂട്ടർ പറഞ്ഞു, നീ ആദ്യം നിൻ്റെ സിറ്റിസൺഷിപ്പും ക്ലിയറൻസൊക്കെ കിട്ടുന്നിടം വരെ പാരച്യൂട്ട് പൊതിയുന്ന പണിയായിരുന്നു ആദ്യം എനിക്ക് കിട്ടിയത്. അപ്പോൾ ആകാശത്ത് നിന്ന് ചാടണമായിരുന്നു. അത് വളരെ റിസ്കി ഉള്ളൊരു ജോലിയായിരുന്നു. നമ്മളങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ വിചാരിച്ചത് ലിംഗ്വിസ്റ്റായിട്ട് കയറാമെന്നായിരുന്നു ഞാൻ സ്വപ്നം കണ്ടത്. പാരച്യൂട്ട് പൊതിയുന്ന ആൾ എന്തിനാണ് ആകാശത്തു നിന്ന് ചാടുന്നത്? ഞാൻ തന്നെ ചാടി പ്രൂവ് ചെയ്യണം ഞാൻ പൊതിയുന്ന പാരച്യൂട്ട് ഒരു ലൈഫ് എക്യുപ്മെൻ്റ് ആണ്, അത് കറക്റ്റാണ്. അപ്പോൾ എന്നെ അവരെഴുതി കുറിച്ച് വിട്ട ജോലി റിഗർ എന്ന ജോലിയായിരുന്നു, പാരച്യൂട്ട് റിഗർ. അപ്പോൾ നമ്മളിതിപ്പോൾ നീളമുള്ളൊരു ടേബിളിൽ നമ്മൾ ഈ പാരച്യൂട്ട് വിരിച്ചിടുന്നു, അത് പല മടങ്ങായിട്ട് മടക്കുന്നു, എന്നിട്ടത് പൊതിഞ്ഞ് ടൈറ്റായിട്ടൊരു ബാഗിനകത്ത് കെട്ടി നമ്മുടെ പുറത്ത് തൂക്കിയിട്ടാണ് നമ്മൾ പ്ലെയിന് 3000 അടി മുകളിൽ നിന്ന് ചാടുന്നത്. അത് നമുക്ക് യുദ്ധത്തിൽ കളം പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്യുപ്മെൻ്റാണ്, ലൈഫ് എക്യുപ്മെൻറ്റാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് മടക്കിയില്ലെങ്കിൽ ആളപായത്തിൽപ്പെടും. വിച്ച് മീൻസ് ദാറ്റ് ഷുഡ് ബി ഡൺ വിത്ത് പ്രിസിഷൻ. വെരി മച്ച്. അപ്പോൾ അത് സൂപ്പർവൈസർ നോക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ നമ്മൾ അന്ന് രാവിലെ ജോലിക്ക് വരികയാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ ജോലിക്ക് വന്നപ്പം ഒരു റിഗറിന് ഈസ് നോട്ട് ഫീലിംഗ് വെൽ മെൻ്റലി ഓർ ഫിസിക്കലി. ദ റിഗർ ക്യാപ്റ്റൻ വുഡ് സേ യു ക്യാൻ ഗോ ബാക്ക് ഹോം. ബിക്കോസ് ആ ലൈഫ് എക്യുപ്മെൻറ്റ് പൊതിയാൻ മനസ്സിന് നല്ല ബാലൻസ് ഉള്ളവരെ കൊണ്ടേ അന്ന് ആവശ്യമുള്ളൂ. കാരണം അത് പൊതിഞ്ഞ് ഷെൽഫിനകത്ത് വയ്ക്കും. നമ്മളൊരു പേരെഴുതി ഒപ്പിടുന്നുണ്ട്. അത് ചാടിയിട്ട് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ യു ഗോ ടു ജയിൽ ഫോർ ദാറ്റ്. യു ഗോ അറ്റ്ലീസ്റ്റ്, കാരണം യു ആർ ഇൻ, നമ്മളൊരാളുടെ അപകടത്തിന് കാരണമായെന്ന് സൂചിപ്പിച്ചുകൊണ്ട് യു ക്യാൻ ഗെറ്റ് ഇൻ ട്രബിൾ. അപ്പോൾ താങ്കൾ ഈ യുദ്ധമുഖത്തുണ്ടായിരുന്നു അല്ലേ അതിനുശേഷം? അപ്പം വർഷങ്ങൾക്ക് ശേഷം 2 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് എൻ്റെ ക്ലിയറൻസും സിറ്റിസൺഷിപ്പും എല്ലാം കിട്ടുന്നു. അപ്പം ഇറാഖ് വാർ കണ്ടിന്യൂഡ്. വി ഓൾസോ വെൻറ്റ് ഇൻ ടു അഫ്ഗാനിസ്ഥാൻ. പക്ഷേ എൻ്റെ ഫോക്കസ് മുഴുവൻ ഇറാഖിലായിരുന്നു. കാരണം എനിക്ക് അറബി അറിയാം, പാഷ്തൂൺ എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഐ വാസ് മോസ്റ്റ്ലി ഇൻ ഇറാഖ്. അപ്പോൾ സദ്ദാം ഹുസൈൻ മരിക്കുന്ന സമയത്തും പിന്നീട് ബിൻ ലാഡനെ പിടിക്കുമ്പോഴൊക്കെ ഞാൻ ഫോഴ്സിലുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കൻ സൈന്യത്തിൽ നിന്ന് പിന്നീട് താങ്കൾ അവിടെ നിന്ന് വിരമിക്കുകയായിരുന്നോ ചെയ്തത്? എങ്ങനെയാണ് പിന്നെ ഒരു ഹോളിവുഡ് സർക്കിളിലേക്ക് എത്തുന്നത്? ഞാൻ അമേരിക്കയിൽ ചെല്ലുന്ന പാടെ 40-year-old വെർജിൻ എന്ന ഒരു സിനിമയിൽ അഭിനയിച്ചൊരു മലയാളി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മലയാളിയെക്കുറിച്ച് ഞാൻ പണ്ട് ദീപിക വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഓർമ്മയിൽ ഞാൻ ഈ പുള്ളിയെ ഗൂഗിൾ ചെയ്ത് തപ്പി സെർച്ച് ചെയ്ത് ഈ പുള്ളിയായിട്ട് ഞാൻ കണക്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഹോളിവുഡ് മോഹം, പണ്ടേ അഭിനയമോഹമുണ്ട്. സ്കൂളിൽ നിന്ന് ഞാനൊരു നാടക വിദ്യാർത്ഥിയായിരുന്നു. സെമിനാറിൽ ഒത്തിരി ഇംഗ്ലീഷ് ഡ്രാമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ബോംബെ ചെന്നപ്പോഴും ഞാൻ കുറച്ച് ബോളിവുഡ് സിനിമാ സെറ്റിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആക്ടറായിട്ട് കയറി. അപ്പോൾ ഈ മോഹം ഞാൻ കൈവിട്ടില്ല. അപ്പം ഞാൻ പട്ടാളത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ മനസ്സിലാക്കി നമുക്ക് പട്ടാളത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ന്യൂയോർക്ക് ഫിലിം അക്കാഡമിയിൽ പഠിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു പട്ടാളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം പോയി ഫിലിം മേക്കിംഗ്, ഫിലിം ആക്ടിംഗ് ഒക്കെ പഠിക്കാൻ. അപ്പം ലോസ് ആഞ്ചലസിലുള്ള യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ന്യൂയോർക്ക് ഫിലിം അക്കാഡമിയുടെ ഒരു ക്യാമ്പ്. അപ്പോൾ അവിടെ കാശ് മുഴുവൻ അമേരിക്കൻ സർക്കാർ കൊടുത്തോളും, നമുക്ക് എന്ത് വരെ വേണമെങ്കിലും പഠിക്കാം. ഇപ്പോഴും എനിക്ക് പഠിക്കാൻ ഒത്തിരി ഫണ്ട് കിടപ്പുണ്ട്, ഞാനത് ഉപയോഗിക്കാത്തതാണ്. നമുക്ക് വേണേൽ എന്ത് വരെ വേണമെങ്കിലും പഠിക്കാം. അങ്ങനത്തെ ഒത്തിരി സംവിധാനങ്ങൾ നമ്മുടെ മക്കൾക്ക് പഠിക്കാനും സ്പൗസിന് പഠിക്കാനൊക്കെ ഒരു ഫണ്ട് തരും, എഡ്യൂക്കേഷൻ ഫണ്ട് തരും. അപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെയാണ് ഞാൻ ലോസ് ആഞ്ചലസിലെ ഹോളിവുഡിൽ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കാലിഫോർണിയയുടെ ലോസ് ആഞ്ചലസിലെത്തുന്നത്. എനിക്ക് തോന്നുന്നു സിറിയ കാലഞ്ചേരി അമേരിക്കൻ സിറ്റിസൺ ആണ്. പക്ഷേ താങ്കളിപ്പോൾ ഇന്ത്യയിലുള്ളതും കേരളത്തിലുള്ളതും ഇതേ സിനിമാമോഹം കാരണമാണ് അല്ലേ? ഇപ്പോൾ പുതുതായിട്ട് പുറത്തു വരാൻ പോകുന്ന സിനിമകളിലും താങ്കൾ വേഷമിടുന്നുണ്ട്. താങ്കൾ നിർമ്മിച്ച ഒരു സിനിമയുണ്ട് പ്രധാന കഥാപാത്രമായി അഭിനയിച്ച്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയൂ. സിനിമാമോഹം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഇൻ അമേരിക്ക ഇറ്റ്സ് എ ബഗ്. നമ്മളത് കടിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അങ്ങനെ, ചിലർ പറയത്തില്ലേ, എനിക്ക് മരിക്കുമ്പോഴും സ്റ്റേജിൽ നിന്ന് മരിക്കും. പഴയ നാടക നടൻ കുയിലൻ, അവർക്കൊക്കെ ആഗ്രഹം അഭിനയിച്ച് മരിക്കണമെന്ന്, അല്ലെങ്കിൽ മരിച്ചഭിനയിക്കണമെന്ന് പറയാം. അപ്പോൾ ഐ ഓൾവേസ് ലവ് ടു, ഐ മേ നോട്ട് ബി എ ഗ്രേറ്റ് ആക്ടർ, ബട്ട് ഇമോട്ട് ചെയ്യാനും ഈ മൈസ്നർ ടെക്നിക്സും
മെത്തഡ് ആക്ടിംഗ് ഒക്കെ നമ്മളവിടെ ലോസ് ആഞ്ചലസിൽ പഠിച്ച സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചൊന്ന് ഒരു കൈ നോക്കാമെന്ന ഉദ്ദേശത്താണ്. നമ്മൾ അവിടെ അമേരിക്കയിൽ വരുന്ന ഓരോ സംവിധായകരൊക്കെ നമ്മൾ പോയി കാണാറുണ്ട്. അങ്ങനെ കണ്ട ഒരാളാണ് ലാൽ ജോസും നമ്മുടെ സഞ്ചാരം ചാനലിൻ്റെ സന്തോഷ് ജോർജ് കുളങ്ങര. അപ്പോൾ അവരെ കണ്ട സ്ഥിതിക്ക് ഞാനിങ്ങനെ എപ്പോഴും ഇവിടുത്തെ ഏതാ പടം ഇറങ്ങുന്നത്, ആരാ ഇറക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. ഈ സിനിമ ഇറക്കാൻ കാര്യം കുറച്ച് കാശൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്താലോ. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ടറെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്നു. അങ്ങനെയാണ് ആ പടത്തിലേക്ക് തിരിയുന്നത്. അത് 10-35 ഇൻ്റർനാഷണൽ അവാർഡ് മേടിച്ച നവൽ എന്ന ജുവൽ എന്ന സിനിമയാണ്. നവൽ എന്ന ജുവൽ പക്ഷേ കേരളത്തിൽ അങ്ങനെ ആ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ലേ? കൊമേഴ്ഷ്യൽ സക്സസ് അല്ലായിരുന്നു. കാരണം അത് ഇറക്കിയ സമയവും അത് ഇറങ്ങിയ ദിവസം എന്തോ 6 പടം റിലീസായി. പിന്നെ ഇറ്റ് വാസ് നോട്ട് അന്ന് കോമഡി പടങ്ങളുടെ ഒരു ഘോഷയാത്രയുടെ സമയത്താണ് ഇത് ഇറങ്ങിയത്. ഇത് വിമൻ എംപവർമെൻറ്റിനെ കുറിച്ചായിരുന്നു. ഇറ്റ് വാസ് മോർ ഓഫ് എ അവാർഡ് മെറ്റീരിയൽ. അതുകൊണ്ടായിരിക്കാം അതിന് അന്താരാഷ്ട്ര ലെവലിലും എന്തിനു പറയണം നോർത്ത് കൊറിയ വരെ അവാർഡ് കിട്ടിയ ആദ്യത്തെ മലയാളം പടമാണ് നവൽ ദ ജുവൽ. ഈ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന സിനിമകളുണ്ടല്ലോ, ഇപ്പോൾ തിളപ്പ് വരാനിരിക്കുന്നു. അതെ, തിളപ്പിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്. ആനന്ദ് ശ്രീബാല അതിൽ അഭിനയിച്ചു കഴിഞ്ഞു. പിന്നെ 2-3 പടത്തിൽ പറഞ്ഞിട്ടുണ്ട്. മോഹൻലാൽ സാറിൻ്റെ 350ാമത്തെ പടത്തിൽ ഞാനൊരു ജേർണലിസ്റ്റായിട്ട് അഭിനയിക്കുന്നുണ്ട്. തൊടുപുഴയിലാണ് അതിൻ്റെ ഷൂട്ട്. പിന്നെ വേറെ 2-3 പടം പൈപ്പ് ലൈനിലുണ്ട്. ദൈവാനുഗ്രഹിച്ചാൽ വെള്ളിത്തിരയിൽ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സത്യത്തിൽ സുരിയ കാലഞ്ചേരി ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ചെറുപ്പക്കാരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അവർ വളരെ ബുദ്ധിസാമർഥ്യമുള്ള ആളുകളാണ്. പക്ഷേ അതേസമയം തന്നെ അവർക്ക് അവരുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. പലപ്പോഴും അവർക്ക് വലിയൊരു ഹേർഡിലാകുന്നത് അവർക്ക് ഭാഷ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ അവർ എത്രമാത്രം അംബീഷ്യസ് ആണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതേസമയം കേരളം നേരിടുന്ന വേറൊരു പ്രതിസന്ധി, ഇവിടുന്ന് ചെറുപ്പക്കാരൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് അവസരങ്ങൾ തേടി പോകുന്നു എന്നുള്ളതാണ്. താങ്കളുടെ ജീവിതം വെച്ചിട്ട് ഈ ചെറുപ്പക്കാരോട് എന്ത് പറയും? ഐ ലവ് ദ യൂത്ത്. എനിക്ക് യുവാക്കളെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാനൊരു യുവാവായിരുന്നപ്പോഴായിരുന്നു എൻ്റെ എനർജി മുഴുവൻ. പക്ഷേ ഈ പ്രായം പറയുന്നതിന് കുഴപ്പം, ഞാൻ 50ൻ്റെ നിറവിലാണ്. ഐ സ്റ്റിൽ ബിലീവ് ഐ എം യങ്. കാരണം യുവത്വത്തിൽ ഐ തിങ്ക് വേൾഡിൽ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള ഇന്ത്യയിലാണെന്ന് തോന്നുന്നു. ഇന്ത്യ ഹാസ് ദ പവർ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ യൂത്ത്. നമ്മുടെ യുവാക്കൾ ഞാൻ കാണുന്നൊരു ഡ്രോബാക്ക്, ഐ തിങ്ക് ദേ ലാക്ക് ദ സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ആ ഒരു ഗ്രിറ്റ്. അപ്പം ഞാൻ എൻ്റെ യുവകാലത്ത് ഇടിച്ചു കയറി ഓരോ സ്ഥലത്തും കയറി ചെന്ന ആ ഒരു പ്രസരിപ്പ് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അന്ന് ഇത്രയും ഫിംഗർ ടിപ്സിൽ നോളജ് ഇല്ലായിരുന്നു. അന്നൊക്കെ ഇന്ന് ലൈബ്രറി ഇരുന്ന് വായിച്ച് പഠിക്കണമായിരുന്നു. ഇന്ന് ദീസ് ജനറേഷൻ ഹാസ് എ ലോട്ട് ഓഫ് പവർ ഇൻ ദ IT ടെലികമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ. പക്ഷേ ദേ ലാക്ക് കോൺഫിഡൻസ്. അപ്പോൾ പെട്ടെന്നൊരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അവർ ആത്മഹത്യാശ്രമം, അതുപോലെ തന്നെ വീട് വിട്ടിറങ്ങുക, നാട് വിട്ടു പോവുക, അതൊക്കെ പണ്ടും ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം 2 മക്കളല്ലേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ 8 മക്കളായിരുന്നു. അപ്പം ഞാൻ ഒന്ന് പോയാലും ബാക്കപ്പിന് ആളുണ്ടായിരുന്നു, തേങ്ങ വറുക്കാൻ ആളുണ്ടായിരുന്നു, അല്ലെങ്കിൽ കടയിൽ പോകാൻ ആളുണ്ടായിരുന്നു. ഇന്നതല്ല. മാതാപിതാക്കൾ ഞാൻ 5-6 വയസ്സിൽ വയലാർ റപ്പളുടെ പൊന്നാമളിക്ക് വരാൻ വേണ്ടി അതിരമ്പുഴയിൽ നിന്ന് 4 ബസ്സും ഒരു ബോട്ടും കയറി തന്നെ വന്ന ആളാണ്. എൻ്റെ ഫാദറിനെ വിട്ടു. അപ്പോൾ ഞാനിന്ന് ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് പിന്നിൽ എൻ്റെ ഫാദർ ഉണ്ടെന്ന് വേണം എനിക്ക് പറയാൻ. അദ്ദേഹം എനിക്ക് ഒത്തിരി ഫ്രീഡം തരുമായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് എൻ്റെ മകനെ അങ്ങനെ വിടാനുള്ളൊരു ധൈര്യമില്ല. അപ്പോൾ മാതാപിതാക്കൾ ഒത്തിരി പാമ്പേർഡാണ്. ഈ മക്കളെ പാമ്പേർഡായിട്ട് വളർത്തുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല. ദ ന്യൂ ജനറേഷൻ നീഡ്സ് മോർ കോൺഫിഡൻസ് ഇൻ ദെയർ കമ്മിങ് ഔട്ട്. പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി വിദേശത്ത് പോയിട്ട് കാര്യമില്ല. നമ്മൾ അവിടെ ചെന്നാൽ യുൽ സഫർ എ ലോട്ട്. കാരണം റേസിസം ഉണ്ടാവാം, അതുപോലെ തന്നെ ജോലി ചെയ്യാനുള്ള ആ തീക്ഷ്ണമായ ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ ചെന്ന് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. യു ഹാവ് ടു വർക്ക് 8 hours ജോലി എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ലിറ്ററലി വർക്ക് 7 hours 59 minutes. അപ്പോൾ ആ ഒരു ഇതുണ്ടോയെന്ന് എനിക്ക് ഞാൻ കാണുന്നില്ല. ബട്ട് ദാറ്റ്സ് നോട്ട് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നില്ല. അതൊന്ന് ബിൽഡപ്പ് ചെയ്യണമെന്ന് എൻ്റെ യൂത്തിനോടുള്ള എൻ്റെ ഒരു ആഹ്വാനമാണ്, എൻ്റെ ഒരു അഡ്വൈസാണ്. എവിടെ കഴിയാനാണ് സത്യത്തിൽ സുരി കാലഞ്ചേരി ആഗ്രഹിക്കുന്നത്? വിച്ച് പ്ലേസ് ഡിഡ് യു റിയലി പ്രിഫർ? യു ലൈക്ക് ടു ബി ഇൻ ഇന്ത്യ ഓർ ഇൻ അമേരിക്ക? കേരള ഹാസ് ദ ബെസ്റ്റ് ഫുഡ് ഇൻ ദ വേൾഡ്. ഞാൻ ഈ ലോകം മുഴുവൻ കറങ്ങിയിട്ടുണ്ട്. ഇത്രയും നല്ല രുചികരമായ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ് ഓർഗാനിക്കലി, വി ഹാവ് ദ ബെസ്റ്റ് ഫുഡ്. അമേരിക്ക ഹാസ് എ വെരി പ്രോഗ്രാംഡ് ലൈഫ് സിസ്റ്റം. അപ്പോൾ സൈഡ് വാക്സ് ഉണ്ട്. സേഫ്റ്റി വൈസ് അമേരിക്ക, ഐ വുഡ് ലവ് ടു ലിവ് ഇൻ അമേരിക്ക. പക്ഷേ നമ്മുടെ വഴികൾ മറക്കാൻ പാടായതുകൊണ്ടും എനിക്ക് ഈ നാടിനെ ഇഷ്ടമായതുകൊണ്ടും വർഷത്തിലൊരിക്കൽ ശബരിമലയിൽ പോകുന്ന പോലെയോ വേളാങ്കണ്ണി പോകുന്ന പോലെ ഇവിടെ വന്ന് സന്ദർശിക്കാറുണ്ട്, താമസിക്കാറുണ്ട്. സിനിമകളിലൊക്കെ അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ ജീവിക്കാനാണ് ആഗ്രഹം. ഒരുപാട് കോൺട്രാഡിക്ഷൻസ് ഉള്ളതുപോലെ തോന്നും. അതായത്
സത്യത്തിൽ വേദപുസ്തകങ്ങളിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ആത്മാവിന് ശാന്തി കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു പിതാവായി മാറേണ്ട ആളായിരുന്നു താങ്കൾ. ഇപ്പോഴൊരു സാധാരണ ദൈവവചനങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആളാണ്, പക്ഷെ താങ്കൾ എത്തുന്നത് യുദ്ധമുഖത്താണ്. അതായത് നമ്മൾ ആത്മാവിനെ സംരക്ഷിക്കേണ്ട ആളുകൾ ജീവൻ എടുക്കുന്ന എന്ന് താങ്കൾ തന്നെ മുൻപ് പറഞ്ഞിട്ടുള്ളത് പോലെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എത്തുന്നത് വെള്ളിത്തിരയിലാണ്. അതായത് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത മറ്റു പല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കേണ്ടി വരും. സോ ഇതിലെല്ലാം ജീവിതത്തിൽ ഇത്തരം വൈരുദ്ധ്യങ്ങൾ, ഇത്തരം കോൺട്രഡിക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ സിറിയ കാലഞ്ചേരി ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണോ, അതോ ഇതിലെല്ലാം ഉണ്ടായിരുന്നു എന്നാണോ? ബീയിങ് ഇൻ എവറിത്തിങ് വുഡ് ബി മീ. എല്ലാത്തിൻ്റെയും ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഡു ഓർഡിനറി തിങ്സ് ഇൻ ആൻ എക്സ്ട്രാ ഓർഡിനറി വേ ആയിരുന്നു എൻ്റെ സ്റ്റൈല്. ഉദാഹരണത്തിന് അച്ഛനാൻ പഠിക്കുന്ന കാലത്ത് കല, കായിക, സാംസ്കാരിക രംഗങ്ങളിലൊക്കെ ഞാൻ നമ്പർ 1 ആയിരുന്നു. ഡിബേറ്റ് ആയിക്കൊള്ളട്ടെ, പാട്ടായിക്കൊള്ളട്ടെ, പള്ളി പ്രസംഗം ആയിക്കൊള്ളട്ടെ, ഐ വുഡ് ബി നമ്പർ 1. പക്ഷേ ആഫ്റ്റർ എ വൈൽ ഞാൻ ലുക്ക്ഡ് ബിയോണ്ട്. ഞാൻ നോക്കിയപ്പം ഇവിടെ നിന്നിട്ട് മാത്രം കാര്യമില്ലല്ലോ, ലോകം ഇനിയുണ്ടല്ലോ എന്ന് കരുതി ഞാൻ മറ്റ് മേഖലകൾ തേടി പോയി. അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ഈ ഒരൊറ്റ ജീവിതമുള്ളൂ. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് 40 വർഷം ഒരു കരിയർ തന്നെ ജീവിച്ചവരുടെ അത് കളർഫുള്ളായിട്ട് എനിക്ക് തോന്നിയില്ല. ഐ തോട്ട് ഐ വോണ്ട് ടു മേക്ക് മൈ ലൈഫ് മോർ ഡൈനാമിക് ആൻഡ് കളർഫുൾ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഞാനൊരു സിനിമ കണ്ടിറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ആവേശം കണ്ടു. അപ്പോൾ ഐ വിൽ സിറ്റ്, നമ്മൾ ആ ഇൻ്റർവെല്ലാകുമ്പം ആ BGM കേട്ട് നമ്മൾ ബാത്റൂമിലേക്ക് പോകുമ്പം യു ഫീൽ ലൈക്ക് ഐ വാണ്ട് ടു ബി ഫഫ ഓർ ഐ വാണ്ട് ടു ബി ഫഹദ്. അപ്പോൾ ആ ഒരു സ്പിരിറ്റിലേക്ക് വരും. ഒരു നല്ലൊരു ഒരു മെസ്സിയുടെ ഒരു പന്തുകളി ഫ്ലോറിഡേ കാണുകയാണെങ്കിൽ ഞാൻ വയ്ക്കും ഐ വാണ്ട് ടു പ്ലേ ലൈക്ക് മെസ്സി. അപ്പോൾ ആ ഒരു സ്പിരിറ്റും കയറും. ആൻഡ് ഐ വിൽ മേക്ക് ഷുവർ ഐ വർക്ക് ഫോർ ഇറ്റ്. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ഐ ഹാവ് സ്കെയിൽഡ് ഹൈറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഹാർഡ് വർക്ക്. ചുമ്മാ നേരം വിളിക്കുമ്പം അങ്ങനെ കിട്ടണമെന്നില്ല. ലോട്ട് ഓഫ് പെർസിവിയറൻസ് ആൻഡ് ബീയിങ് ഇൻ ദാറ്റ് മൊമെൻറ്റ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഈ സെമിനാരി പോയതുകൊണ്ടും പട്ടാളത്തിൽ പോയതുകൊണ്ടും ഒക്കെ ഡിസിപ്ലിൻ ജീവിതത്തിൻ്റെ വലിയ ഭാഗമായിരുന്നു. ഇപ്പോൾ എന്നോട് ഇവിടെ ഇത്ര മണിക്ക് വരാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കം 10 minutes prior, ബീയിങ് ഇൻ ദ റൈറ്റ് യൂണിഫോം വിത്ത് ദ റൈറ്റ് സ്പിരിറ്റ് വിത്ത് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ്, അതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ ട്രെയിനിങ്ങും നമ്മൾ ഏത് റോളിൽ അഭിനയിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്കൂളിലെ അഭിനയ ജീവിതം എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റോൾ പ്ലേ ആണല്ലോ. ഒരു പട്ടാളക്കാരനായിട്ട് ഞാനൊരു റോൾ പ്ലേ ആയിരുന്നു. ഇപ്പോൾ ഇറാഖിലൊക്കെ എനിക്ക് കാഞ്ചി വലിക്കാൻ പേടിയാണ്. പക്ഷേ ദാറ്റ് ഗിവൺ മൊമെൻറ്റ്, ഇഫ് ദാറ്റ് ഈസ് ദ നീഡ് ഓഫ് ദി അവർ, യു മൈറ്റ് ആസ് വെൽ പുൾ ദ ട്രിഗർ എന്നാണ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത്, ചെയ്തത്. ഇപ്പോൾ താങ്കൾ കൊണ്ടു നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്വപ്നം എന്താണ്? വാട്ട് ഇസ് എ ഡ്രീം? പീപ്പിൾ ഷുഡ് നോ മീ. ഐ ഷുഡ് ലീവ് എ ലെഗസി ബിഹൈൻഡ്. ഇപ്പോൾ എൻ്റെ മക്കളായിട്ട് അത് കൊണ്ടുവരണമെന്ന് നിർബന്ധമില്ല. സോ ഐ തോട്ട് people should look up and say, man, once there lived an Alan Cherry who, അതായത് an untrodden pathലൂടെ കടന്നുപോയ ഒരു ആലഞ്ചേരി ഉണ്ടാകണം. അതിനുവേണ്ടി അതായിരിക്കും ഞാൻ ഈ 180-degree ടേൺ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞ് ഇപ്പം ആത്മാക്കളെ രക്ഷിക്കാൻ പോകേണ്ട ഞാൻ ജീവനെടുത്ത ഒരു കഥ പറഞ്ഞ ഫ്രം മിഷണറി ടു മെഴ്സണറി, അതാണ് എൻ്റെ ടൈറ്റിൽ ഓഫ് ദ ആത്മകഥ. ആ മനുസ്ക്രിപ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വെള്ളിത്തിരയിലേക്ക് അത് വരാൻ സാധ്യതയുണ്ട്. That will be in English or Malayalam? It would be in different languages because I want the world to know that we can wear many hats and you can actually inspire and motivate people, especially people who are depressed and downtrodden and people who are poor. നമ്മൾ പാവപ്പെട്ടവരാണോ എൻ്റെ അപ്പന് കാശില്ലെന്നും പറഞ്ഞുകൊണ്ട് അടങ്ങിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. You work hard for it, you can reach the sky. That's my dream and that's what I want to tell the world. അല്ല, സാധാരണ നിലയിൽ നമ്മളിപ്പോൾ ഒരാളെ, ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ആളുകളെ നമ്മൾ അടയാളപ്പെടുത്തണം എന്നുള്ളതാണ്. ആളുകളെ അവർ ചെയ്തു വരുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയുമായി തട്ടിച്ചു നിർത്തിയാണ് നമ്മൾ അവരെ ചരിത്രം അടയാളപ്പെടുത്തുന്നത്, അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ സിറിയ കാലഞ്ചേരി എങ്ങനെയാണ് ഭാവിയിൽ അടയാളപ്പെടുത്തുക? താങ്കൾ ഒരു സെമിനാരിയിൽ പോയ അച്ഛനാകാൻ പോയ ഒരാളായിട്ടാണോ? അമേരിക്കൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച മലയാളി എന്ന നിലയിലാണോ? ഒരു അഭിനേതാവാൻ ആഗ്രഹിച്ചു അതിലേക്ക് വന്ന ആളെന്ന കലാകാരൻ എന്ന നിലയിലാണോ? എവിടെയാണ് താങ്കൾ സ്റ്റാമ്പ് ചെയ്യേണ്ടത്? നന്മ ചെയ്ത് കടന്നുപോയൊരു സാധാരണ മലയാളി ഫ്രം ഇന്ത്യ, അത്രേ ഞാൻ ആഗ്രഹിക്കുന്നു. അത് മനുഷ്യരെന്നെ ഓർക്കും. അത് എനിക്കറിയാവുന്നതെന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് എന്നെ ഇപ്പോഴും ഐ കണക്ട് വിത്ത് പീപ്പിൾ. നമ്മളിപ്പോൾ ഇന്ന് കണ്ടല്ലോ, ഐ മേക്ക് ഷുവർ ഐ റീച്ച് ഔട്ട് യു ഇൻ ദ കമ്മിങ് ഇയേഴ്സ്. ഞാൻ എൻ്റെ ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന ഒരു പ്രവണത എന്നിലുണ്ട്. അപ്പോൾ എൻ്റെ കുടുംബിനെ എന്നോട് ചോദിക്കാറുണ്ട് ഇതെങ്ങനെ സാധിക്കുന്നു. I don't like to use the word hate, or I befriend people and I make people love me back. അതാണ് എൻ്റെ ഒരു പോളിസി. താങ്കൾ ഒരു റിപ്പബ്ലിക്കൻ ആണല്ലേ?
അതെ, ബൈ പൊളിറ്റിക്കൽ സ്റ്റാറ്റസ്, യെസ്. അവിടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട പദവിയിൽ താങ്കളുണ്ടോ? ഉണ്ട്. ഞാൻ ഒരു ഒരു ജന നേതാവാണ്, റെപ്രസെൻറ്റേറ്റീവാണ്. അഗെയിൻ എനിക്ക് ഈ പട്ടാളത്തിലായിരുന്നവരെല്ലാം വെറ്ററൻസ് എന്നാണ് അമേരിക്ക അറിയപ്പെടുന്നത്. വിമുക്ത ഭടന്മാരുടെ ഒരു സംഘടന തന്നെയുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും റിപ്പബ്ലിക്കൻ അനുഭാവികളാണ്. അപ്പോൾ അതിൻ്റെ ഇലക്ഷന് വേണ്ടി ഞാൻ നിന്നിരുന്നു. കറൻ്റ്ലി ഞാൻ ഈ സിനിമയുടെ ഒരു ഭ്രമം കാരണം ഞാൻ ക്യാമ്പയിന് പോയില്ല. മെയ് 4 ഞാൻ വളരെ ദുഃഖസത്യം ഞാൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ബട്ട് ദാറ്റ്സ് ഓക്കെ, ചവിട്ടുപടിയല്ലേ പരാജയം. അപ്പം ഐ തിങ്ക് നെക്സ്റ്റ് ഇയർ ഐ ക്യാൻ റൺ അഗെയിൻ ആൻഡ് ഐ മൈറ്റ്. ഞാൻ ഇത് ജയിച്ചത് ഞാൻ അവിടുത്തെ കമ്മ്യൂണിറ്റി പ്രസിഡൻ്റാണ്. ഐ എം സ്റ്റിൽ ദ പ്രസിഡൻറ്റ്. അല്ലാതെ ഐ ക്യാൻ എക്സ്പാൻഡ് മൈ കരിയർ ഇൻ പൊളിറ്റിക്സ്. പക്ഷേ ദാറ്റ് ഡസൻറ്റ് ഗിവ് മീ മച്ച് ഹാപ്പിനെസ്. സത്യം പറഞ്ഞാൽ നമ്മൾ ലോകമെമ്പാടും ഉള്ള മലയാളികൾ അവരുടേതായ തലങ്ങളിൽ കോളിളക്കങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. എന്നെപ്പോലെ അറിയപ്പെടണമെന്നില്ല. ഞാൻ ഒത്തിരി മലയാളികൾ എന്നെ വിളിച്ച് പറയാറുണ്ട്, താങ്കളുടെ കഥ ശ്രീ സന്തോഷ് കുളങ്ങര പറഞ്ഞറിഞ്ഞു, എൻ്റെയും കഥയായിട്ട് സാമ്യമുണ്ട്. പക്ഷേ ഞാൻ പട്ടാളത്തിൽ കയറിയിട്ടില്ല, മദാമയെ കെട്ടിയിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കഥ പറയാനുണ്ട്. പക്ഷേ എൻ്റെ ഈ കഥയിൽ ഞാൻ കാണുന്നത് ഐ ഹാവ് ട്രൈ ടു ഇൻസ്പയർ മോർ പീപ്പിൾ വിത്ത് മോർ ഫീൽഡ്സ് ഓഫ് ആക്ഷൻ. ഐ ഹോപ്പ് ഐ ആൻസേർഡ് യുവർ ക്വസ്റ്റ്യൻ. ഐ ഡോണ്ട് നോ, ഞാൻ ഇച്ചിരി അങ്ങ് പറന്നുപോയി എങ്കിലും കിട്ടി. അല്ല, ഞാൻ ചോദിക്കുന്നത് താങ്കൾക്കിപ്പോൾ ഇപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഒരു വഴിയുണ്ടല്ലോ, ആ വഴി പൂർണ്ണമായിട്ടും സിനിമ അഭിനയം എന്നതിലേക്ക് മാറ്റാനാണോ, അതല്ല മറ്റെന്തെങ്കിലും ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾ പോലെ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് തിരിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, അതോ പൊളിറ്റിക്സിലേക്ക് തിരിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ഈ ചോദ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ കാരണം അമേരിക്ക കേന്ദ്രീകരിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണോ താങ്കളുടെ ഒരു, ബിക്കോസ് യു ആർ എൻ അമേരിക്കൻ സിറ്റിസൺ? നമ്മളൊക്കെ അമേരിക്കൻ സിറ്റിസണാണ്. പക്ഷെ ഞാൻ കരുതുന്നേ, ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് പൊളിറ്റിക്കലി കറക്റ്റ്, വരുത്തനെന്നും വരുത്തന. ഞാനവിടെ എന്നൊക്കെ കാണിച്ചാലും ഐ എം നോട്ട് ബോൺ ദെയർ, ഐ ബിലോങ് ഹിയർ. അപ്പം ഞാനവിടെ ഭയങ്കര പ്രസംഗമൊക്കെ പറഞ്ഞ ആൾക്കാരെ കയ്യിലെടുത്തിട്ടുണ്ട്, വോട്ട് നേടിയിട്ടുണ്ട്, അവിടുത്തെ തന്നെ വെള്ളക്കാരികളെ തോപ്പിച്ചിട്ടുണ്ട്, വെള്ളക്കാരന്മാരെയൊക്കെ തോപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഈസി ഫോർ മീ. ഞാൻ നോക്കിയിട്ട് ഒരു ഇലക്ഷൻ ജയിക്കുന്നതുകൊണ്ടൊന്നും ഒന്നും ആകുന്നില്ല. ഇപ്പോൾ ഒബാമ വൺ ബിക്കോസ് ഓഫ് ഹിസ് oratory skills or his gift to the gab, actually. People actually regret for having elected him, the Republican Party, because അവരും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഒബാമ ജയിച്ചത്. നല്ലൊരു കഴിവുള്ള വ്യക്തിയാണ്. എങ്കിലും പിന്നെ regret because the liberalism he brought in, and then there's a lot of things. Because ഞാൻ ആർമിയിലായിരുന്നപ്പം there was a policy called don't ask, don't tell. I'm not going to deep into that. You can Google what's don't ask, don't tell policy. There was a time when there was no lesbians in the army, or LGBTQ was not allowed, but he opened the door for that. I'm not against it, and what I'm saying is that destroyed the camaraderie in the army. അപ്പോൾ അത് അവിടെയുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വിമർശനത്തിന് വഴിയൊരുക്കി. I would stay neutral because of my faith. I don't want to say anything. ഞാൻ പറഞ്ഞത് അത് റിപ്പബ്ലിക്കൻ പാർട്ടി എതിർത്തിട്ടുണ്ട്, അങ്ങനെയുള്ള പുള്ളിയുടെ പല പോളിസികളും, ലിബറൽ പോളിസീസ്. ബിക്കോസ് Republicans are more rigid and hardcore. That's what Trump represents. Anyway, coming back to our question, I would like to be known as a person who do good as I walk along എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ എന്തൊക്കെ നമ്മൾ എത്ര സ്വപ്നം കണ്ടെന്ന് പറഞ്ഞാലും, നമ്മൾ എത്രയൊക്കെ സന്തോഷത്തോടുകൂടി ജീവിച്ചെന്ന് പറഞ്ഞാലും, നമ്മൾ നിരാശപ്പെടുന്ന സന്ദർഭങ്ങളുണ്ടാകും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിരാശപ്പെടുന്ന സന്ദർഭങ്ങളുണ്ടോ? അങ്ങനെ ഒരു സന്ദർഭം സിറിയ കാലഞ്ചേരിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ലേ? ഞാൻ പരാജയങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ജീവിതം. ഇപ്പം ഞാനീ പറയുന്നത് വിജയങ്ങൾ മാത്രമാണ്. എല്ലാ വിജയങ്ങൾക്ക് മുമ്പും ഇപ്പം ആർമിയിലായിരുന്നപ്പം there was an accusation. It came, I was very worried. I would have gone to jail for an accusation about a sexual harassment case. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടതും ഞാൻ നിഷ്കളങ്കനാണെന്ന് തെളിയിച്ചതും because of my behavioral patterns. Because അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ഇപ്പോൾ ഈ തവണത്തെ ഇലക്ഷൻ തോറ്റു. ഐ വാസ് സാഡ് ആക്ച്വലി. ഞാൻ ഈ പടം സാക്രിഫൈസ് അവിടെ ആയിരുന്നെങ്കിൽ ഈസി ആയിട്ട് ജയിച്ചാൻ. അവിടെയൊക്കെ ഓൺലി 30% ഓഫ് ദ പീപ്പിൾ രജിസ്റ്റർ വോട്ട്. ഇവിടുത്തെ പോലെ എല്ലാവരും ഒന്നും ക്യൂ നിന്ന് വോട്ടൊന്നും ചെയ്യില്ല. ആ ഒരു 30% പേരെ ഈസി ആയിട്ട് എനിക്ക് വോട്ടിംഗ് ബൂത്തിൽ കൊണ്ടുവരാമായിരുന്നു. പരാജയങ്ങൾ നമുക്ക് ദുഃഖം ഉണ്ടാവും, ബട്ട് യു ഗെറ്റ് അപ്പ്, റൈസ് ബാക്ക് ആൻഡ് റൺ ഫാസ്റ്റർ. അതാണ് ഞാൻ ജീവിതത്തിൽ കാണുന്നത്. ഒത്തിരി പരാജയങ്ങളുണ്ടാവുമല്ലോ, ജീവിതമല്ലേ. മറക്കാനാകാത്തൊരു അനുഭവം എന്താണ് ജീവിതത്തിൽ ഇതുവരെ? ഞാൻ ജനിച്ച 5-ാം ദിവസം എനിക്ക് അമ്മ നഷ്ടപ്പെട്ടതാണ്. അപ്പം അമ്മയില്ലാഞ്ഞ കാരണം ഞാൻ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ജീവിതത്തിൽ. എൻ്റെ കടപ്പാട് മുഴുവൻ
മറ്റൊരു അമ്മയാണ് എൻ്റെ അമ്മയുടെ ചേച്ചിയാണ് വളർത്തിയത്. അപ്പോൾ ഞങ്ങൾ നാഴിയും ചിരട്ടയും പോലെ 8 മക്കളായിരുന്നു. 33-ാം വയസ്സിൽ അമ്മ മരിക്കുന്നു. അപ്പോൾ ഞങ്ങളെ വളർത്തിയ ആ കാവിൽ സ്കൂളിലെ മറിയക്കുട്ടി ടീച്ചർ എന്ന എൻ്റെ അമ്മയുടെ ചേച്ചിയാണ് എന്നെ വളർത്തിയത്. പുള്ളിക്കാരത്തി തന്ന ആ ഒരു സിംപ്ലിസിറ്റിയൊക്കെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ മുതൽക്കൂട്ട്. അപ്പോൾ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സാഡ് ഫാക്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഐ പ്രേഡ് ഫോർ ഹർ ദിസ് മോർണിംഗ്. ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ അലൻ മാറ്റേഴ്സ് എത്രത്തോളം അലൻ മാറ്റേഴ്സ്? അലൻ മാറ്റേഴ്സ് ആവും. കാരണം ഹോളിവുഡിൽ അഭിനയിക്കാൻ നടക്കുമ്പം ഞാൻ എല്ലാ ഓഡീഷനും ഓടി നടന്ന് പോകുമായിരുന്നു. സോ എവറി ടൈം അവിടെയൊക്കെ 4 കടമ്പ കഴിയണം ഒരു പടത്തിൽ കയറണമെങ്കിൽ. So I would win the first round, second round and third round, and the fourth round an Egyptian or an Arab guy would take over my role. And I think if I stick to my wicket, if I stay, നമ്മൾ ബ്ലൂം വെർ യു ആർ പ്ലാന്റഡ് എന്ന് പറയുമല്ലോ. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറക്കും തളയ പോലെ പറന്ന് നടക്കും. ഇപ്പോൾ ഈ വർഷം ഇവിടെയുണ്ട്, ഞാനീ പറഞ്ഞ് ചിലപ്പോൾ മാറ്റി പറയും, ചിലപ്പോൾ അടുത്ത വർഷം ഒരു ഹോളിവുഡ് പടം കിട്ടി, ചിലപ്പോൾ അവിടെ ആയിരിക്കും എൻ്റെ തട്ടകം. അലൻ മാറ്റേഴ്സ് എന്നുള്ള എൻ്റെ ആ ഒരു ഹോളിവുഡിലെ ടൈറ്റിൽ I want to act in movies, so maybe a Hollywood movie. എൻ്റെ കഥ തന്നെ it's interesting as an American soldier from India would be an interesting picture to watch on an American canvas. എങ്ങനെയാണ് ഈ പേര് വന്നത് അലൻ മാറ്റേഴ്സ്? എൻ്റെ വീട്ടുപേര് ആലഞ്ചേരി എന്നാണല്ലോ. എൻ്റെ ഇച്ചാച്ചൻ്റെ പേര് മാത്യു എന്ന്. അപ്പോൾ പട്ടാളത്തിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ എൻ്റെ കമാൻഡർ പറഞ്ഞിടാ, ഐ നോ യു ഗെറ്റിംഗ് ഇൻ ടു സോഷ്യൽ മീഡിയ, യു സ്റ്റഡിങ് ഇൻ ന്യൂയോർക്ക് ഫിലിം അക്കാഡമി, ജിമ്മി കിമ്മൽ എന്ന ABC ചാനലിലൊക്കെ ഞങ്ങളുടെ വീക്കെൻഡിൽ ഒരു സ്പൂഫ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് ലൈക്ക് കോൾ സെൻ്ററായിട്ട് അഭിനയിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ശ്രീകാലഞ്ചേരി എന്ന് ഉപയോഗിക്കരുതെന്ന് ഓൾറെഡി മിലിറ്ററി കമാൻഡ് പറഞ്ഞിട്ടുണ്ട്. കാരണം ദാറ്റ് വാസ് യൂസ്ഡ് ഇൻ ലോട്ട് ഓഫ് മിലിറ്ററി ആൻഡ് ഇൻ്റലിജൻസ് ഡോക്യുമെൻറ്റ്സ്. സോ ഐ തോട്ട് ഐ ഷുഡ് യൂസ് ദാറ്റ് നെയിം. അപ്പം ഞാൻ ചിന്തിച്ചപ്പം ആലഞ്ചേരിയുടെ അലനും മത്തായിയുടെ മാറ്റേഴ്സും കൂട്ടി ഒരു പേരങ്ങോട്ട് ഉണ്ടാക്കിയതാണ് അലൻ മാറ്റേഴ്സ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ഫ്ലൈയിങ് ഹൈ. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരാണത്. പൊതുവെ അമേരിക്കക്കാരെ കുറിച്ച് പറയുന്ന അവർക്കൊരു വംശീയ ആധിപത്യ സ്വഭാവം ഉണ്ടെന്നുള്ള, ഒരു വൈറ്റ് സുപ്രീമസി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവരുടെ സേനയിലൊരു അംഗമായിരിക്കുമ്പോൾ സ്വാഭാവികമായും അത്തരം അനുഭവങ്ങൾ താങ്കൾക്ക് ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇറ്റ്സ് ഹൗ യു ഫീൽ അബൌട്ട് ഇറ്റ്. ഞാൻ അതിനെ ബീങ് എ ക്രിസ്ത്യൻ ഹെൽപ്ഡ് ആക്ച്വലി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പാകിസ്ഥാനി എല്ലായ്പ്പോഴും എന്നോട് പറയുമായിരുന്നു, ഇതൊരു അവർക്ക് ആദാൻ കേൾക്കുന്നതൊക്കെ അവർ കർണപുടങ്ങൾ അവർക്കൊരു തഴുകൽ പോലെയാണ്. നമുക്ക് ഗൾഫിൽ അത് അത്രത്തോളം സാന്ത്വനമല്ലെങ്കിലും അപ്പോൾ എന്നോട് ഈ പാകിസ്ഥാനി പറയുമായിരുന്നു, ഐ എം ഫൈൻഡിങ് ഇറ്റ് ഹാർഡ്. പക്ഷേ എനിക്കതൊരു ബുദ്ധിമുട്ടല്ലായിരുന്നു. ഞാൻ ആകാത്തതിന് കാരണം ഐ ബിലീവ് ബിക്കോസ് ഐ വാസ് എ ക്രിസ്ത്യൻ, ഐ ഹാസ് ടു ഹാങ് ഔട്ട് വിത്ത് ലോട്ട് ഓഫ് ചാപ്ലിൻസ്. ഈവൻ ദോ എനിക്ക് റഫ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. അത് കാരണം നമ്മൾ അവരുടെ കൂടെ കൺവിൻസ്ഡ് ആയി. ഇപ്പോൾ നമ്മളൊരു 2 വർഷം നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ വിൽ ബിക്കം മോർ ഫ്രണ്ട്ലി. ഞാനൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഐ ടോക്ക് ടു പീപ്പിൾ, ഐ ഇൻട്രാക്ട് വിത്ത് ദം, ഐ ആസ്ക് ദം അബൌട്ട് ദ ഫാമിലി. ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് ലൈഫ് വുഡ് ബി മച്ച് ഈസിയർ. പിന്നെ അവിടെ ഈ ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്നുള്ളൊരു സമ്പ്രദായമുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ യു ക്യാൻ പോസ്റ്റ് എ കാർഡ് അബൌട്ട് ദി എക്സ്പീരിയൻസ് യു ആർ ഹാവിങ്. പിന്നെ അവിടെ എപ്പോഴും ഇൻ്റർവ്യൂസ് ഉണ്ട്. നമുക്ക് ചെന്ന് കമാൻഡറോട് പറയാം, ഐ ആം ബീങ് ഹറാസ്ഡ് or I am being sidelined because of my color, my ethnicity, my caste or creed. അപ്പോൾ അതൊക്കെ അവർ കൺസിഡർ ചെയ്യും. അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. നമ്മളത് ഇറ്റ്സ് ഹൗ യു ഫീൽ ഇറ്റ്. പിന്നെ സഹനത്തിൻ്റെ പാതയിലൂടെ കടന്നു പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇച്ചിരിയൊക്കെ സഹനങ്ങൾ ജീവിതത്തിൽ നല്ലതാണ്. ലൈഫ് ഷുഡൻറ്റ് ബി ബെഡ് ഓഫ് റോസസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. Did they treat Indians as equal? അതോ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിവേചനമുണ്ടോ, ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടോ? Absolutely not. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ വരുത്തനുള്ള പ്രയോഗം നമ്മൾ അവിടുത്തുകാരല്ലല്ലോ. ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന കപ്പൽ യാത്രക്കാരാണല്ലോ അവിടുത്തെ ഇപ്പോഴത്തെ അമേരിക്കൻസ്. റെഡ് ഇന്ത്യൻസിനെ മാറ്റിയിട്ടാണ് അവർ ഓക്യുപ്പൈ ചെയ്തത്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിനകത്ത് ഞാൻ വിശദമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ഐ ഡു എ ലോട്ട് ഓഫ് നേറ്റീവ് അമേരിക്കൻ സ്റ്റഡീസ് ആൻഡ് സ്റ്റഫ്. അപ്പം ഇന്ത്യ എന്ന ഇന്ത്യൻസ് വിത്ത് ഡോട്ട്സ് എന്നാണ് നമ്മളെ അവർ കളിയാക്കുന്നത്. പൊട്ടുള്ള ഇന്ത്യക്കാരും ഇന്ത്യൻസ് വിത്ത് ഫെതേഴ്സ് എന്ന് പറയുന്ന നേറ്റീവ് അമേരിക്കൻസിനെ പറയുന്നത്. അവർ ഈ റെഡ് ഇന്ത്യൻസിനെ ഒരു ഫെതേഴ്സ് ഉപയോഗിക്കുക അവരുടെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്, ബേർഡ്സിൻ്റെ ഒക്കെ. നമ്മളോടുള്ള ട്രീറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു വന്നത്, ലൂയിസിയാനയിലെ ഗവർണറായിരുന്ന ബോബി ജിൻഡാൾ, അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായ കമല ഹാരിസ്, അമേരിക്കയുടെ മിക്കവാറും സ്ഥാപനങ്ങളുള്ള ഡോക്ടേഴ്സ്, നമ്മളാണ് ആ അമേരിക്കയുടെ ബാക്ക് ബോൺ. എത്രയോ കമ്പനികളുടെ CEOs ഇന്ത്യൻസ് ഉണ്ട്. അവർക്ക് നമ്മളെ ഇനി അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വി ആർ എവരിവെയർ. ആൻഡ് കം 2050 ഐ ഗ്യാരണ്ടി ദർ വിൽ ബി മോർ മേ ബി അമേരിക്കൻ വംശജനായ, ഇന്ത്യൻ വംശജനായ അമേരിക്കയിൽ നിന്ന് ഗോൾഡ് മെഡൽ ഒളിമ്പിക്സിൽ നേടുന്ന ഒരു ആൾ വരെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്ത്യൻസ് ആർ ഇൻ എവറി സ്കീം ഓഫ് ലൈഫ്, ഇൻ എവറി ആസ്പെക്റ്റ് ഓഫ് ലൈഫ്. അപ്പം ദേ ഹാവ് ടു ട്രീറ്റ് us ഗുഡ്. വി ആർ വോയിസിങ് അവർ പ്രസൻസ്.
ഞാൻ അവിടെ റിക്രൂട്ടറായിട്ട് ജോലി ചെയ്തു, ആർമി റിക്രൂട്ടറായിട്ട്. അപ്പോൾ ഞാൻ കോളേജിലൊക്കെ ചെന്ന് ഞാൻ ഇന്ത്യൻ പിള്ളേരോട് പറയും, മാൻ കം ഓൺ ആൻഡ് ഡു സം ഫെഡറൽ വർക്ക്, ഫെഡറൽ എംപ്ലോയീസാണ്. അത് ഞാൻ ആഹ്വാനം ചെയ്യുമായിരുന്നു. കാരണം നമ്മുടെ ലേബൽ നമ്മളവിടെ കാണിക്കണമെങ്കിൽ യു ഹാവ് ടു കം ഫോർവേഡ്. ആൻഡ് ഞാനൊരു ആക്സിഡൻ്റൽ സോൾജിയറായിരുന്നു. പക്ഷേ സോൾജിയറാകാൻ യോഗ്യതയുള്ള എല്ലാ ക്വാളിഫിക്കേഷനുമുള്ള ഇഷ്ടം പോലെ ഇന്ത്യൻ എത്നിക് അമേരിക്കൻസ് ഉണ്ട്. ഞാൻ അവർക്ക് ഒത്തിരി പ്രചോദനം ഏകാറുണ്ട്. എന്നാലേ ഉള്ളൂ നമ്മളെ അവർ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുള്ളൂ. നമ്മൾ അവർക്ക് വേണ്ടി സേവനം ചെയ്തെന്ന് നമ്മൾ തെളിയിച്ചാൽ മാത്രമേ ഉള്ളൂ അവർ നമ്മളെ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യുള്ളൂ. അങ്ങനെ എന്നെ ഒത്തിരി പേര് സല്യൂട്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഐ സെർവ് ദെയർ കൺട്രി. ആ ഒരു റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് ദേ കോൾ മീ എ കോമ്പാറ്റ് വെറ്ററൻ. ദാറ്റ്സ് വാട്ട് ഐ ആം. അപ്പോൾ ഇനിയോട് തുടർന്ന് വരുന്ന പ്രധാനപ്പെട്ട പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? മോഹൻലാലിൻ്റെ 350ാമത്തെ പടം, എൻ്റെ പേരെനിക്കറിയില്ല. പടത്തിൽ ഞാനൊരു ജേർണലിസ്റ്റായിട്ട് വേഷമിടുന്നുണ്ട്. തിളപ്പ്, അവിര റെബേക്കയുടെ തിളപ്പ് എന്നുള്ള മൂവി അടുത്ത ആഴ്ച മുതൽ വാഗമണിൽ ഷൂട്ട് തുടങ്ങുകയാണ്. പിന്നെ ഒപ്പീസിലുണ്ടാവും. ആനന്ദ് ശ്രീബാലൻ ഞാൻ പറഞ്ഞു. 2 തമിഴ് പടത്തിൽ ഞാൻ അഭിനയിച്ചു കഴിഞ്ഞു. ഇറ്റ്സ് എനി ആക്ടേഴ്സ് ഡ്രീം ടു ബി ഷെയറിങ് സ്ക്രീൻ വിത്ത് ദ വൺ ആൻഡ് ഓൺലി രജനീകാന്ത്. രജനീകാന്തിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന, അദ്ദേഹത്തിന് ഒരു ബൊക്കെ നൽകിക്കൊണ്ട് സല്യൂട്ട് അടിക്കുന്ന ഒരു പോലീസ് വേഷത്തിൽ ഞാൻ വേട്ടയാൻ എന്നുള്ള പടത്തിൽ അഭിനയിച്ചു. മഞ്ജു വാര്യർ അതിനകത്തുണ്ടായിരുന്നു. പിന്നെ AL വിജയുടെ സാറിൻ്റെ ഒരു ഇതും ഒരു കാതൽ കഥ എന്നുള്ള പടത്തിൽ സ്കോട്ട്ലൻഡിലായിരുന്നു അതിൻ്റെ ഷൂട്ട്. അപ്പോൾ കൈ നിറയെ പടങ്ങളുണ്ട്. ഇനിയും പടങ്ങൾ കിട്ടട്ടെ എന്നുള്ള പ്രത്യാശയോടെ ഇരിക്കുകയാണ് ആലോചിച്ച്. അപ്പോൾ ബിഫോർ വി വൈൻഡ് അപ്പ്, ഇപ്പോൾ ലോകത്തിൻ്റെ പല ഇടങ്ങളിൽ സഞ്ചരിച്ചു, പല വേഷങ്ങളിൽ ഉണ്ടായി, ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളുണ്ടായി. ഇതിനൊക്കെ മലയാളി, അതാണല്ലോ ബേസ്, നമ്മുടെ മലയാളി എന്നുള്ളതാണ്, കേരളത്തിൽ നിന്നുള്ള ഒരാൾ എന്നുള്ളതാണ്. ഈ മലയാളി ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു മലയാളി ക്യാരക്ടർ താങ്കളെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? ഇന്ത്യയിൽ ജനിക്കുകയാണെങ്കിൽ കേരളത്തിൽ ജനിക്കണമെന്ന് ഞാൻ എപ്പോഴും ഊന്നി പറയും. കാരണം മലയാളി ഈസ് ഡിഫറെൻറ്റ് ഫ്രം എനി അതർ സ്റ്റേറ്റ്. ഞാൻ വടക്കേ ഇന്ത്യ ജോലി ചെയ്തിട്ടുണ്ട്. വടക്കേ ഇന്ത്യ മുഴുവൻ യാത്രയുണ്ട്. ഗാന്ധിജി പറയുമല്ലോ, ഇന്ത്യയുടെ ആത്മാവ് ഉറങ്ങുന്ന ഗ്രാമങ്ങളിൽ നിന്നാണ്. സോ ഐ യൂസ് ടു ട്രാവൽ അറൗണ്ട് ഇന്ത്യ വെൽ ഐ വാസ് എ സെമിനേറിയൻ. അപ്പോൾ എനിക്കിതെല്ലാം പഠിക്കാനൊത്തത്, ഇത്രയെല്ലാം യാത്ര ചെയ്താലും നമ്മുടെ മലയാളിയുടെ ആ ഒരു കഴിവും, വി ആർ ഡെഫിനറ്റ്ലി ഡിഫറെൻറ്റ്. ഈ കേരളം വേറെ വല്ല യൂറോപ്പിലായിരുന്നെങ്കിൽ നമ്മൾ വേറെ ലെവലായിപ്പോയേനെ. മലയാളിക്ക് മലയാളിയുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. മലയാളി വേറൊരു മലയാളി കണ്ടു കഴിഞ്ഞാൽ വി ഹഗ് ഈച്ച് അതർ, വി ഷേക്ക് ഹാൻഡ് ആൻഡ് വി ഗ്രോ ഹൈ. ഐ ഡോണ്ട് നോ വൈ വി ബിക്കെയിം ഡിഫറെൻറ്റ്. ഇന്ത്യയിലെ നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ലിറ്ററസി, നമുക്ക് ഒരു കൊമ്പ് കൂടുതലാണ്. നമ്മൾ എപ്പോഴും മിടുക്കന്മാരായിരിക്കും. മലയാളി അതാണ്ടാ മലയാളി എന്ന് പറയില്ലേ, മലയാളി ലെവൽ വേറെയാണ്. സോ എവിടെ ചെന്നാലും ഞാൻ കേരളത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഓഫ് കോഴ്സ് ഇന്ത്യയെക്കുറിച്ച് സംസാരിച്ചിട്ടാണ്. എങ്കിലും ഞാൻ പറയാം, കേരളം എന്ന് പറഞ്ഞൊരു സംസ്ഥാനമുണ്ട്. ഞങ്ങളുടെ ഭാഷ പാലിൻഡ്രോമാണ്. മലയാളം തിരിച്ചിട്ടാലും സെയിം സ്പെല്ലിംഗ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. ഒന്നുമില്ലെങ്കിൽ മലയാളത്തെക്കുറിച്ച് ക്ലാസ് എടുക്കും. ഹ്യൂസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു വെള്ളക്കാരനായ മലയാളി പ്രൊഫസർ ഉണ്ടെന്നല്ലേ പറയുന്നത്. സോ മലയാളി വിൽ ബി നോൺ വേൾഡ് വൈഡ്. ഇപ്പോൾ എൻ്റെ കഥ സന്തോഷ് കുളങ്ങര പറഞ്ഞുകൊണ്ടാണ് സാർ അറിഞ്ഞതോ അല്ലെങ്കിൽ ജനം അറിഞ്ഞതോ. എന്നെപ്പോലെ കഠിനാധ്വാനം ചെയ്യുന്ന മിടുക്കന്മാരായ മലയാളികൾ ലോകമെമ്പാടുമുണ്ട്. നമ്മൾ അവരുടെ കഥകൾ അറിയട്ടെ. ഈ എപ്പിസോഡ് വഴി മലയാളികൾ മുമ്പോട്ട് വരട്ടെ. ആൻഡ് ലെറ്റ്സ് ഹിയർ അതർ മലയാളി സ്റ്റോറീസ് ദാറ്റ് വിൽ മേക്ക് മലയാളി പ്രൗഡ്. Okay, let talent matters always. Thank you very much. Nice Thank you. talking to you. It was a pleasure. Thank you.